Hello friends, today we are going to discuss how to become a permanent resident of Canada. അതിന് ഏറ്റവും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരുപാട് പാത്വേസ് ഉണ്ടെങ്കിലും ഏറ്റവും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടും ഏറ്റവും സിംപ്ലർ ആയിട്ടുള്ള പാത്വേ ആണ് ആസ് എ സ്കിൽഡ് വർക്കർ എന്നുള്ള രീതിയിൽ നമുക്ക് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ കനേഡിയൻ PR ആകാന്നുള്ളത്. അതിന് എലിജിബിൾ ആകണമെങ്കിൽ വി ഹാവ് ടു മീറ്റ് സർട്ടൻ കണ്ടീഷൻസ്. വൺ എന്ന് പറയുന്നത് ഒരു വർക്ക് പെർമിറ്റ്, വർക്ക് എക്സ്പീരിയൻസ് കണ്ടീഷൻ ഉണ്ട്. അതുപോലെ ഒരു ലാംഗ്വേജ് എബിലിറ്റി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് കാനഡയിൽ സർട്ടൻ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ അവരുടെ ഒരു പോയിൻ്റ് സിസ്റ്റത്തിൽ നമുക്ക് സർട്ടൻ ലെവൽ ഓഫ് പോയിൻറ്റ്സ് നമുക്ക് വേണ്ടതുണ്ട്. അതിന് പുറമേ നമുക്കൊരു ഫിനാൻഷ്യൽ എബിലിറ്റി നമുക്ക് അവിടെ ചെന്ന് സെറ്റിൽ ചെയ്യാനായിട്ടുണ്ടെന്ന് കാണിക്കാനായിട്ടുള്ളൊരു പ്രൂഫ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ നമുക്കൊരു കാനഡയിലേക്ക് പോകാനായിട്ട് അവിടെ സെറ്റിൽ ചെയ്യാനായിട്ടുള്ള സർട്ടൻ ഒരു ഇൻറ്റൻഷനും നമുക്ക് ഉണ്ടാവണം. നൗ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ആണ്. വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ the person has to have at least 1 year skilled work experience. That experience should be continuous and full-time work experience. The person should be performing most of the duties of one of the skilled work, skilled job as per the Canadian job or occupation classification. So അതാണ് അതിനകത്ത് ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് സർട്ടൻ ലെവൽ ഓഫ് ലാംഗ്വേജ് എബിലിറ്റി വേണം. കാനഡയിൽ 2 ഒഫീഷ്യൽ ലാംഗ്വേജാണുള്ളത്, ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച്. അതിനവരൊരു ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് ലെവൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില ഓതറൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ വഴിയാണ് നമ്മുടെ ലാംഗ്വേജ് എബിലിറ്റി നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അതിൽ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ IELTS എന്ന് പറയുന്ന ടെസ്റ്റാണ് നമുക്കതിനു വേണ്ടി ഉപയോഗിക്കുക. IELTS എന്ന് നമ്മൾ നോർമലി പറയും. IELTS ജനറൽ ടെസ്റ്റാണ് വേണ്ടത്. അതിൽ കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് ലെവൽ 7 ഈക്വൽ ആയിട്ടുള്ള ടെസ്റ്റാണ് നമുക്ക് വേണ്ടത്. അതിനിപ്പോൾ IELTS എഴുതുന്ന ആളാണെങ്കിൽ അതിന് IELTS ഓരോ ബാൻഡിലും, റീഡിങ്ങിലും റൈറ്റിങ്ങിലും സ്പീക്കിങ്ങിലും ലിസണിങ്ങിലും 6 വെച്ച് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ദ മിനിമം. അതല്ലെങ്കിൽ സെൽപിപ്പ് എന്ന് പറയുന്ന വേറെ ടെസ്റ്റ് ഉണ്ട്. അതുപോലെ ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ അതിന് TCF അല്ലെങ്കിൽ TF എന്ന് പറയുന്ന 2 ടെസ്റ്റ് ഉണ്ട്. അതിനും ഈ ലെവലായിട്ടുള്ള എബിലിറ്റിയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അവർ പറയുന്നത് യു ഹാവ് ടു ഹാവ് എ കനേഡിയൻ ഇക്വലൻ്റ് പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാകാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ യു ഹാവ് ടു ഹാവ് അറ്റ്ലീസ്റ്റ് എ ഡിഗ്രി ഓർ എ ഡിപ്ലോമ, ആൻഡ് യുവർ ഡിഗ്രി ഓർ ഡിപ്ലോമ ഷുഡ് ഗെറ്റ് എൻ ഈക്വലൈസേഷൻ by Canadian equivalent of degree or diploma in Canada. അപ്പോൾ ആ ലെവലിൽ സാധാരണ നമ്മുടെ ആളുകൾക്ക് ഡിഗ്രിയോ അല്ലെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ they will be eligible for that purpose, for the purpose of their educational qualification. മറ്റൊന്ന്, നമുക്ക് അവിടെ ഒരു സെറ്റിൽമെൻറ്റ് ഫണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രൂഫ് നമ്മൾ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. അതായത് കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരാൾ അവരുടെ ഓൺ ഇനീഷ്യൽ സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നമ്മുടെ അതിനുള്ള അവൈലബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം. അത് ആ ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ യുവർ ഫാമിലി സൈസ്. ഇപ്പോൾ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരു ചൈൽഡുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾ 3 പേരുടെ ഫാമിലിയാണ്. ഈ സമയം ഒരാൾ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ അത് ഒരാൾ എന്നുള്ള രീതിയിലുള്ള ഫാമിലിയാണ്. അപ്പോൾ ഫാമിലി സൈസ് അനുസരിച്ച് അതിൻ്റെ റിക്വയർമെൻറ്റിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ യു ഹാവ് ടു ഹാവ് എൻ ഇൻറ്റൻഷൻ ടു ലിവ് ഇൻ കാനഡ ഇൻ എനി പ്രോവിൻസ് ഓർ ടെറിട്ടറീസ് എക്സെപ്റ്റ് ക്യൂബക്. ക്യൂബക് എന്ന് പറയുന്ന പ്രോവിൻസ് ഒഴികെയുള്ള ഏതെങ്കിലും പ്രോവിൻസിൽ നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ടെറിട്ടറീസിൽ സെറ്റിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ യു ആർ എലിജിബിൾ ഫോർ ദാറ്റ് ഗ്രൗണ്ട്. നൗ അനദർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് സിസ്റ്റം ഉണ്ട്. ആ പോയിൻ്റ് സിസ്റ്റത്തിൽ ഒരു ഫെഡറൽ സ്കിൽഡ് വർക്കർ പോയിൻ്റ് ഗ്രിഡ് ഉണ്ട്. ആ പോയിൻ്റ് ഗ്രിഡിൽ ടോട്ടൽ പോയിൻ്റ് ഉണ്ടാവുക 100 ആണ്. Then in order to qualify for this FSW program, you have to have at least 67 point. 67 point obtain ചെയ്യാനായിട്ട് പറ്റുന്ന ആളുകൾക്കാണ് അതിൽ നമ്മൾ എലിജിബിൾ ആക്കുക. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം മീറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് കാനഡയിലേക്ക് FSW അല്ലെങ്കിൽ ഫെഡറൽ സ്കിൽഡ് വർക്കർ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് പരിഗണിക്കപ്പെടാനായിട്ടുള്ള എലിജിബിലിറ്റി മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. നമുക്ക് ആ പോയിൻ്റ് സിസ്റ്റം എന്താണ് എന്നുള്ളതിനെ പറ്റി കൂടി ഒന്ന് നോക്കാം.
പോയിൻ്റ് സിസ്റ്റം എന്ന് പറയുന്നത് പോയിൻ്റ് സിസ്റ്റത്തിൽ 6 കാറ്റഗറീസിൽ നിന്നാണ് ഒരാൾക്ക് പോയിൻ്റ് കിട്ടുന്നത്. കാറ്റഗറീസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, ലാംഗ്വേജ് എബിലിറ്റി, വർക്ക് എക്സ്പീരിയൻസ്, ഏജ്, അഡാപ്റ്റബിലിറ്റി ആൻഡ് അറേഞ്ച്ഡ് എംപ്ലോയ്മെൻറ്റ്. അങ്ങനെ ഉള്ള 6 കാറ്റഗറീസാണ് ഇതിൽ ഈ പോയിൻറ്റ്സ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടാനായിട്ട്, അല്ലെങ്കിൽ ഈ 6 കാറ്റഗറീസിൽ നിന്നാണ് നമുക്ക് പോയിൻ്റ് കിട്ടുക. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ 25 പോയിൻ്റാണ് ഒരാൾക്ക് മാക്സിമം കിട്ടുക. അതിന് കനേഡിയൻ ഇക്വലൻ്റ് PhD ഉണ്ടെങ്കിലാണ് 25 പോയിൻ്റ് കിട്ടുക. Canadian equivalent masters or professional education to entry to practice level professional education ഉണ്ടെങ്കിൽ you will get 23 point, and if it is general degree ആണെന്നുണ്ടെങ്കിൽ you will get only 21 point. അങ്ങനെയാണ് ആ പോയിൻറ്റിൻ്റെ ഒരു ബ്രേക്കപ്പ് വരാൻ പോകുന്നത് റിഗാർഡിങ് ദ എഡ്യൂക്കേഷൻ. ദ ലാംഗ്വേജ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ലാംഗ്വേജ് ഉണ്ട്, ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച്. ഇതിൽ ലാംഗ്വേജിലാണോ നിങ്ങൾ പ്രൊഫിഷ്യൻ്റ് ആയിട്ടുള്ളത്, ആ ലാംഗ്വേജ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് യുവർ ഫസ്റ്റ് ലാംഗ്വേജ്, ദ അതർ ലാംഗ്വേജ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് സെക്കൻഡ് ലാംഗ്വേജ്. നമ്മുടെ മിക്കവാറും ആളുകൾക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിവുണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 24 പോയിൻറ്റ്സ് ആണ് അതിനകത്ത് ഗെയിൻ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഏൺ ചെയ്യാനായിട്ട് പറ്റുക. അതിൽ ഓരോ എബിലിറ്റീസ് ഓഫ് ലാംഗ്വേജിൽ, റീഡിങ്ങിൽ, റൈറ്റിങ്ങിൽ, സ്പീക്കിങ്ങിൽ, ലിസണിങ്ങിൽ ഓരോന്നിലും നിങ്ങൾക്ക് 6 പോയിൻ്റ് വീതം മാക്സിമം നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഏൺ ചെയ്യാനായിട്ട് പറ്റുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മിനിമം വേണ്ടത് CLB ലെവൽ 7 ആണ്. അതായത് CLB 7 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നിലും ആ പെർട്ടിക്കുലർ എബിലിറ്റിയിൽ 4 പോയിൻ്റ് വീതം കിട്ടും. CLB ലെവൽ 8 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 പോയിൻ്റ് വീതമാണ് അതിനകത്ത് നിന്ന് കിട്ടുക. CLB ലെവൽ 9 ഓർ അപ്പ് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് 6 പോയിൻ്റ് വീതം ഓരോന്നിൽ നിന്നും കിട്ടും. അങ്ങനെയാണ് 24 പോയിൻ്റ് എന്ന് പറയുന്നത്. IELTS എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് CLB ലെവൽ 9 എന്ന് പറയുന്നത് ലിസണിംഗ് എന്ന് പറയുന്ന എബിലിറ്റിയിൽ IELTSൽ 8 ബാൻഡ് സ്കോറും ബാക്കിയുള്ള റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിങ്ങിൽ 7 ബാൻഡ് സ്കോറും ഉണ്ടെങ്കിൽ CLB 9 എല്ലാ ബാൻഡിലും കിട്ടിയെന്ന് പറയാം. നിങ്ങൾക്ക് 24 പോയിൻ്റ് അതിൽ നിന്ന് കിട്ടും. അതാണ് നിങ്ങൾക്ക് മാക്സിമം കിട്ടുക. അതിനേക്കാൾ കൂടുതലുണ്ടെങ്കിലും അത്രയും തന്നെ പോയിൻ്റ് കിട്ടുക. ഫ്രഞ്ച് നിങ്ങൾക്ക് ഓവറോൾ സ്കോർ ഉണ്ടെങ്കിലാണ് അതിന് സ്കോർ കിട്ടുള്ളൂ. മിക്കവാറും കേസുകളിൽ നമുക്ക് ഫ്രഞ്ചിൻ്റെ പോയിൻറ്റ്സ് എടുക്കാൻ മാത്രമുള്ള പോയിൻറ്റ്സ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകൾക്ക് ഉണ്ടാകാറില്ല. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ആണ്. വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാക്സിമം കിട്ടാൻ പോകുന്ന പോയിൻ്റ് വർക്ക് എക്സ്പീരിയൻസിൽ 15 പോയിൻ്റാണ്. അതിന് നമുക്ക് 6 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് വേണം. ഈ 6 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഈ വർക്ക് എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യുന്നത് ലാസ്റ്റ് 10 ഇയേഴ്സിലുള്ള വർക്ക് എക്സ്പീരിയൻസ് ആണ് നമ്മൾ കൗണ്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ഇപ്പോൾ 2021 ഒക്ടോബർ 1-ാം തീയതി അപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ 2011 ഒക്ടോബർ 2 തൊട്ട് 2021 ഒക്ടോബർ 1 വരെയുള്ള പീരീഡിലുള്ള വർക്ക് എക്സ്പീരിയൻസ് ആണ് കൗണ്ട് ചെയ്യുക. 6 വർഷം അതിനകത്ത് ഉണ്ടെങ്കിൽ യു വിൽ ഹാവ് ദ മാക്സിമം പോയിൻറ്റ്. ഇനി 4-5 വർഷമോ ഉള്ളൂ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോയിൻ്റ് കിട്ടാൻ പോകുന്നത് 15-ന് പകരം 13 ആയിരിക്കും. 2 or 3 എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 11 പോയിൻ്റ് ആയിരിക്കും. ഇനി 1 ഇയർ എക്സ്പീരിയൻസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ മിനിമം റിക്വയർഡ് എക്സ്പീരിയൻസ്, യു വിൽ ഗെറ്റ് 9 പോയിൻറ്റ്സ് ഫോർ ദാറ്റ്. നൗ അത് കഴിഞ്ഞാൽ അടുത്ത പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് ഏജ് ആണ്. ഏജിന് 12 പോയിൻ്റാണ് മാക്സിമം പോയിൻ്റ് ഉണ്ടാവുക. ഏജിൽ നിങ്ങൾ ഇഫ് യു ആർ എ പേഴ്സൺ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 18 and 35 യു വിൽ ഗെറ്റ് ദ മാക്സിമം പോയിൻ്റ് വിച്ച് ഈസ് 12 പോയിൻറ്റ്സ്. ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ പോയിൻറ്റ്സ് ഫർദർ കുറയും, ഓരോ പോയിൻ്റ് വീതം കുറയും. അങ്ങനെയാണ് ഏജിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ 2 ഓപ്ഷൻസും കൂടിയുണ്ട്. വൺ ഈസ് അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് അതിന് മാക്സിമം പോയിൻ്റ് അലോക്കേറ്റഡ് വാസ് 10 പോയിൻ്റ് ആണ്. If someone has 2-year Canadian study, then you will get the point. Someone has work experience in Canada, skilled work experience in 1 year, you will get point for that. If that person or their spouse, normally നമുക്ക് applicable ആയിട്ട് വരാറുള്ളത് if someone is married and the other person like a spouse write IELTS and certain level of score നിങ്ങൾക്ക് IELTSൽ കിട്ടുമെങ്കിൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുള്ളതല്ല. യു ക്യാൻ ഗെറ്റ് 5 points ഫോർ ദാറ്റ്. അതല്ലെങ്കിൽ നമുക്ക് അവിടെ പോയിൻ്റ് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കനേഡിയൻ റിലേറ്റീവ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ ബ്രദർ ഓർ സിസ്റ്റർ ഓർ യുവർ
father's or grandfather's brother or sister is there in Canada as a permanent resident or a Canadian citizen, then you will get 5 points for that, for the adaptability. Same thing with your spouse, right? IN, you may get 5 points for that. Then arranged employment എന്ന് പറയുന്നത്, if you have an employment already arranged as per the conditions prescribed in that immigration law, അതിനകത്ത് ഒരുപാട് കണ്ടീഷൻസിന് വിധേയമായിട്ടുള്ളതാണ്, നോർമലി അത്ര എളുപ്പമുള്ളതല്ല arranged employment എന്ന് പറയുന്നത്. You will get 10 points. If you don't, then you will get no points for that. ഇത്രയാണ് നമുക്ക് കിട്ടാനായിട്ടുള്ള പോയിൻസിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അതിനകത്ത് 67 പോയിൻ്റ് ഉണ്ട് എങ്കിൽ then you will be eligible to apply under Federal Skilled Worker Program to migrate to Canada.